ഇതിക്ക് പിന്നാലെ തൃശൂർ ഡിസിസിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ കടുത്ത നടപടിക്ക് കെപിസിസി. തൃശൂർ ഡിസിസി ജോസ് വള്ളൂരിനെയും യുഡിഎഫ് ചെയർമാൻ എം.പി. വിൻസെന്റിനെയും മാറ്റും. കെപിസിസി പ്രസിഡന്റ് ഇന്ന് തിരുവനന്തപുരത്തെത്തുന്നതോടെ പുതിയ ചുമതല പ്രഖ്യാപിക്കും. ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് പകരം ചുമതല നൽകാനാണ് നീക്കം. ഡാൻ കുര്യൻ വിശദാംശങ്ങളുമായി ചേരും. ഡാൻ, KSU ക്യാമ്പിലുണ്ടായ കൂട്ടയടിക്ക് ശേഷം നമ്മൾ പിന്നെ കണ്ടത് ഡിസിസിയിലുണ്ടായ കൂട്ടയടിയാണ്. കോൺഗ്രസിനെ തന്നെ പൂർണ്ണമായും നാണം കെടുത്തുന്ന ഈ ഒരു സംഭവത്തിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതു തരത്തിലായിരിക്കും നടപടി? ഭവ്യ, തൃശൂരിൽ കെ മുരളീധരന് നേരിടേണ്ടി വന്ന വലിയ പരാജയത്തിന് പിന്നാലെയാണ് പരാജയത്തിന്റെ കാരണക്കാരുടെ പേരിൽ പ്രത്യാരോപണങ്ങൾ ഡിസിസി ഓഫീസിലെ കൂട്ടത്തലിലേക്ക് നയിച്ചത്. അത് പാർട്ടിക്ക് മുഴുവൻ സംസ്ഥാനത്താകെ അവമതിപ്പുണ്ടാക്കിയെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിയിലേക്ക് കെപിസിസി കടക്കുന്നുവെന്ന സൂചനകൾ ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ കമ്മീഷനെ ഈ പരാജയവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചേക്കും എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഡിസിസി അധ്യക്ഷൻ ജോസ് വള്ളൂരിനും യുഡിഎഫ് ചെയർമാൻ എം.പി. വിൻസെന്റിനുമെതിരെ നടപടി ഉണ്ടായേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആരെങ്കിലും ഡിസിസി അധ്യക്ഷനാകാനാണ് സാധ്യത. ബെന്നി ബെഹനാൻ, വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അവിടേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും കെപിസിസി അധ്യക്ഷൻ 11:30 ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. അദ്ദേഹം കെപിസിസി ഓഫീസിൽ എത്തിയ ശേഷമായിരിക്കും മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ച് തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ ഉണ്ടായ കൂട്ടത്തല്ലിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയെന്നാണ് സൂചന. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.